എന്താണ് എല്ലാവരും കൂടെ? ആശ്രയിക്കാൻ ആരുമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് എനിക്കിങ്ങനെ വന്നല്ലേ പറ്റൂ. മക്കളെ, മോളു, നീ അപ്പച്ചി അറിയോ? എന്തു പറ്റി എല്ലാരും കൂടി? അച്ഛൻ വാവകളെ വീട്ടിൽ നിർത്താൻ സമ്മതിക്കുന്നില്ല. കുഞ്ഞാവകളില്ലാതെ ഞങ്ങളും അവിടെ നിൽക്കില്ല. ഞങ്ങളിവിടെ താമസിച്ചോട്ടെ അപ്പച്ചി, ഒരു വഴക്കം ഉണ്ടാക്കില്ല. ഒന്നും മിണ്ടത്ത് പോലുമില്ല. വാവകളെ കിടത്താൻ 2 തൊട്ടില് കെട്ടിയാ മതി. ഞങ്ങൾ 3 പേരും കൂടി എവിടെയെങ്കിലും കിടന്നോളാം. ഞങ്ങൾക്ക് മുറിയൊന്നും വേണ്ട, എവിടെയെങ്കിലും ഒരു പായ വിരിച്ചാ മതി. ശ്യാമളെ, അന്തി ഉറങ്ങാനൊരിടം, അതാ ഇപ്പൊ ഈ മക്കൾക്ക് ആവശ്യം. അതിനെന്താ സഹദേവേട്ടാ, അവരിവിടെ കഴിഞ്ഞോട്ടെ. ഞങ്ങള് നോക്കിക്കോളാം, അല്ലേ സോമേട്ടാ? സഹദേവന്റെ വീട്ടിൽ താമസിപ്പിച്ചിട്ടായിരുന്നു. കഴിഞ്ഞില്ല, അതിന് അംബിക സമ്മതിച്ചില്ല. എന്നാലേ ഇവിടെയും സമ്മതിക്കില്ല. സോമേട്ടാ, പാവം കുട്ടികളല്ലേ. എന്നുവെച്ച് ഈ ബാധ്യത ഒന്നും ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല. സഹദേവൻ വേറെ എന്തെങ്കിലും വഴി നോക്ക്. ഞാൻ വേണമെങ്കിൽ ഏതെങ്കിലും ഓർഫനേജ് തരപ്പെടുത്തി തരാം. അത് വേണ്ട സോമ, അത്രയ്ക്കൊന്നും കഷ്ടപ്പെടണ്ട. സോമേട്ടാ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിനക്ക് ഈ കൊച്ചുങ്ങളുടെ കാര്യത്തിൽ അത്രയ്ക്ക് ദണ്ണം ഉണ്ടെങ്കിൽ ഇവിടുത്തെ അറിയിക്കോ. എന്നിട്ട് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയി വളർത്ത്. ഓരോ നാശങ്ങൾ കയറി വന്നോളും. സാരമില്ല ശ്യാമളെ, ഇത് ഈ മക്കളുടെ വിധിയാ. പക്ഷേ കൈവിട്ട് കളയില്ല ഞാനിവരെ. മക്കളെ, നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? ഏയ്, ഒന്നും വേണ്ട. വാ മക്കളെ, വാ. ഇനി നമ്മൾ എന്ത് ചെയ്യും മാമ? എങ്ങോട്ട് പോവും? നമ്മൾ അമ്പലത്തിന്റെ നടയിലല്ലേ മക്കളെ. ഭഗവതി ഒരു വഴി കാണിച്ചു തരും നമുക്ക്. ദേവി, ഞങ്ങളെ രക്ഷിക്കണേ. ഭഗവതി, കുട്ടികളെയും കൊണ്ട് ആദ്യം എൻ്റെ വീട്ടിലും പിന്നീട് ഇവർ അപ്പച്ചിയുടെ വീട്ടിലും പോയിരുന്നു ദേവമ്മേ. പക്ഷേ ഒന്നും പറയണ്ട സഹദേവ, ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അനാഥരാവില്ല ഈ കുഞ്ഞുങ്ങള്. ദീപാരാധന കഴിഞ്ഞ് നാലമ്പലം വിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോ കണ്ടത് ഈ കുഞ്ഞുങ്ങളെയല്ലേ. ഒക്കെ ഒരു നിമിത്തമാണ്. വാ മക്കളെ, എന്റെ കുടിയിലേക്ക് പോകാം. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട്. വാ.
മോളെ അതെടുത്തോ. കരയാതെ കരയാതെ നടക്കാം.